ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും റൂബീസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അമൃതം പൊടി കൊണ്ട് ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി ലഡുവാണ് ഇന്ന് തയ്യാറാക്കാനായി പോകുന്നത്. കുറച്ച് അമൃതം പൊടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ട് പെട്ടെന്ന് എന്ത് തയ്യാറാക്കാമെന്ന് ഓർത്തിട്ട് ചെയ്തതാണിത്. സൂപ്പർ ടേസ്റ്റാണ് നമ്മുടെ അമൃതം പൊടി കൊണ്ടുള്ള ലഡുവിന്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. അതുപോലെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാനും പറ്റും. അങ്ങനെയുള്ള സ്വീറ്റ് ആൻഡ് ഹെൽത്തി ലഡുവിൻ്റെ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ റൂബീസ് കിച്ചൻ ആദ്യമായി കാണുന്നവരും അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. കൂടെ തന്നെ ലൈക്ക്, ഷെയർ, കമൻറ്റ് എന്നിവ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുതേ. അപ്പോൾ നമുക്കിനി പോകാം വീഡിയോയിലേക്ക്. ഹെൽത്തി ആൻഡ് ന്യൂട്രീഷ്യസ് ലഡുവിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അമൃതം പൊടി 1 പാക്കറ്റ്, ശർക്കര 1/4 കിലോ ചീകി വെച്ചത്, നാളികേരം ചിരകിയത് 1 കപ്പ്, മുന്തിരി 1 കപ്പ്, നെയ്യ് 100 ഗ്രാം, ഏലക്കപ്പൊടി 1.5 ടേബിൾ സ്പൂൺ. ശർക്കര പാനിയായിട്ട് എടുക്കാം, പക്ഷേ നല്ല ശർക്കര ആയതുകൊണ്ട് ഞാൻ ചീകിയാണ് എടുത്തത്. അമൃതം പൊടിയിൽ തന്നെ അത്യാവശ്യം മധുരം അടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കിയിട്ട് വേണം മധുരം ചേർക്കാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 1/4 കിലോ ശർക്കര എടുത്തത്. വേണമെങ്കിൽ കുറച്ച് ചേർക്കാം, പക്ഷേ എനിക്ക് ആവശ്യമായി വന്നില്ല, അതുകൊണ്ടാണ് ഇത്രയും എടുത്തത്. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് മെൽറ്റായി വരുമ്പോൾ നമുക്ക് മുന്തിരി ഇട്ട് കൊടുത്ത് വറുത്ത് കോരാം. ശേഷം ആ നെയ്യിൽ തന്നെ നമുക്ക് ചിരകിയ നാളികേരം ഇട്ട് വറുത്തെടുക്കാം. നാളികേരത്തിലെ ഈർപ്പമെല്ലാം മാറി നന്നായിട്ട് ഒന്ന് ഡ്രൈ ആയി വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഇപ്പോൾ നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അമൃതം പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിനെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഒരു 3 മിനിറ്റോളം നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. നമ്മുടെ അമൃതം പൊടി നന്നായിട്ട് നിറമെല്ലാം മാറി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചീകി വെച്ചിരിക്കുന്ന ശർക്കര പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് പകുതിയോളം നെയ്യ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഏലക്കപ്പൊടി കൂടി ചേർത്ത് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് അടുപ്പിൽ നിന്ന് വാങ്ങി വയ്ക്കാം. ഇനി നമുക്ക് ലഡു ബോൾസ് ആക്കി എടുക്കാം. അതിനായിട്ട് നമുക്ക് ചെറു ചൂടോടുകൂടി തന്നെ വേണം ഇതിനെ ഉരുട്ടിയെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് വച്ചിരിക്കുന്ന മുന്തിരി കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. മുന്തിരിയോടൊപ്പം ബാക്കിയുള്ള നെയ്യും കൂടി ചേർത്താണ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ചെറിയ ചൂടിൽ തന്നെ വേണം നമുക്ക് ഇത് ഉരുട്ടിയെടുക്കാൻ. വളരെ ഡ്രൈ ആയി പോയിട്ടുണ്ടെങ്കിൽ അല്പം പാലോ അല്ലെങ്കിൽ ചൂട് വെള്ളമോ ഒന്ന് തളിച്ച ശേഷം നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാവുന്നതാണ്. ചെറു ചൂടോടു കൂടി തന്നെ ഇതിൽ നിന്ന് അല്പം എടുത്ത് ഉരുട്ടി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. ഇങ്ങനെ ബാക്കിയുള്ളതും ഈ രീതിയിൽ ചെയ്തെടുക്കാം. നമ്മുടെ അടിപൊളി ന്യൂട്രീഷ്യസ് അമൃതം പൊടി ലഡു തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഇത് വളരെയധികം ഇഷ്ടപ്പെടും. അമൃതം പൊടി കിട്ടുകയാണെങ്കിൽ നിങ്ങളും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുകയും വേണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.